Hi everyone, welcome to Services Management. Today's topic, tourism in India and its growth potential in different areas. Tourists in huge numbers come to India for holidaying and other leisure purposes. Tourism in India is the largest service industry with a contribution of 5.9% to the national GDP. In 2011, and this creates 8.78% of total employment in India. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ സർവീസ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ടു GDP എന്ന് പറയുന്നത് 5.9% ആണ്. അതേസമയം തന്നെ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ 8.78% ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഇന്ത്യ റിസീവ്ഡ് 2.37 million foreign tourists. But as we reached 2011, there is a phenomenal growth in foreign tourist arrival in India, that is 6.29 million. So 2011 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ടൂറിസ്റ്റ് അറൈവൽ എന്ന് പറയുന്നത് 6.29 million ആണ്. അവർ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ഫ്രം ദ ടൂറിസം ഇൻ 1997 വാസ് $2,889 million, and by 2011, that is 2011, we have a foreign exchange earning of $16,564 million. Total contribution by travel and tourism sector to India's GDP is expected to increase 32.0 lakh crore in 2028. അതായത് 2011 $16,564 million ആയിരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് എങ്കിൽ ഈ മേഖലയിൽ നമ്മൾ 2028 ലക്ഷ്യമിടുന്നത് 32.05 ലാക്ക് ക്രോർ റുപ്പീസ് അല്ലെങ്കിൽ $492.21 billion ആണ്. Tourism is one economic sector in India that has the potential to grow at a high rate and ensure consequential development of the infrastructure at the destination. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ടൂറിസം സെക്ടർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു സർവീസ് മേഖലയാണ്, അല്ലെങ്കിൽ വളരെ കൂടുതൽ എക്കണോമിക് ഗ്രോത്തും ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തും ഒക്കെ പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ടൂറിസം മേഖല. ഫോർമേഷൻ ഓഫ് ടൂറിസം മിനിസ്ട്രി and the development of India Tourism Development Corporation or ITDC created a professional approach to tourism in India. ITDC is a hospitality, retail and education company owned by Government of India under Ministry of Tourism. So ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസം മേഖലയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ടൂറിസം മിനിസ്ട്രി ഉണ്ട്. അത് കൂടാതെ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ITDC ഓർ ഇന്ത്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966, it owns over 17 properties under the Ashok Group of Hotels അക്രോസ് ഇന്ത്യ. അശോക ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ITDCയുടെ അണ്ടറിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഹോട്ടൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഹോസ്പിറ്റാലിറ്റിയിലും റീറ്റെയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ, ഈ ഹോസ്പിറ്റാലിറ്റി എഡ്യൂക്കേഷൻ്റെ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ITDC. ITDC has been the prime mover in the progressive development, promotion and expansion of tourism in the country.
Mission statement of ITDC: to provide leadership and play a catalytic role in the development of tourism infrastructure in the country and to achieve excellence in its strategic business units through professionalism, efficiency, value for money and customer focused service. So ടൂറിസം മേഖലയിൽ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ കീഴിലുള്ള കമ്പനിയായിട്ടാണ് ITDC പ്രവർത്തിക്കുന്നത്. ടൂറിസം മേഖലയുടെ ഓവറോൾ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ITDCയുടെ ലക്ഷ്യം. The launch of several branding and marketing initiatives by the Government of India, such as Incredible India and Aditi Devo Bhava, has provided a focused push to growth. The Indian government has also released a fresh category of visa, that is medical visa or M-Visa, to encourage medical tourism in the country. The government is working to achieve 2% share in world's international tourist arrival by 2025. So, ടൂറിസത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് പലതരം ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇൻക്രെഡിബിൾ ഇന്ത്യയും മറ്റൊന്ന് അതിഥി ദേവ ഭവ എന്ന് പറയുന്ന ഈ തരത്തിലുള്ള മാർക്കറ്റിംഗ് പ്രൊമോഷണൽ പ്രോഗ്രാമിലൂടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ടൂറിസത്തിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു സെക്ടറാണ് മെഡിക്കൽ ടൂറിസം. സോ മെഡിക്കൽ ടൂറിസത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മെഡിക്കൽ വിസ അല്ലെങ്കിൽ M-Visa എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സിമിലർലി ഇത്തരം ആക്ടിവിറ്റീസിലൂടെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയും പുതിയ അട്രാക്റ്റീവ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയും 2025 ലോകത്തുള്ള ട്രാവലേഴ്സിൻ്റെ 2% ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. India is a large market for travel and tourism. It offers a diverse portfolio of niche tourism products: cruises, adventure, medical, wellness, sports, MICE, that is meetings, incentives, conferences and exhibitions, ecotourism, film, rural and religious tourism. India has been recognized as a destination for spiritual tourism for domestic as well as international tourists. So ഇങ്ങനെ 2% ഓഫ് വേൾഡ് ട്രാവലേഴ്സിൻ്റെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് വളരെ കൂടുതൽ ടൂറിസം സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്രൂയിസ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, മെഡിക്കൽ ടൂറിസം, വെൽനസ് ടൂറിസം, സ്പോർട്സ് ടൂറിസം, MICE അല്ലെങ്കിൽ ബിസിനസ് ടൂറിസമാണ് ഷോർട്ട് ഫോം ഓഫ് MICE or the abbreviation of MICE is meetings, incentives, conference and exhibitions. അതുപോലെ മറ്റ് മേഖലകൾ എക്കോ ടൂറിസം, ഫിലിം ടൂറിസം, റൂറൽ ടൂറിസം ആൻഡ് റിലീജിയസ് ടൂറിസം. ഇന്ത്യ സ്പിരിച്വൽ ടൂറിസത്തിന് തന്നെ നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ടുണ്ട്, ബോത്ത് ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ്. This is a short essay related to tourism in India.